മടക്കൽ വസന്തിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ പ്രതിനിധി ക്രിസ്റ്റിന ചെറിയാനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ അവരുടെ അറിവോടുകൂടി ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും വരെ അടിച്ചു മാറ്റിയ ആളുകളാണ് ഇവർ. കൊള്ളക്കാരാണ്. പത്മകുമാറിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ദൈവതുല്യമായി കരുതിയ ഒരാളെ എന്ന് പറഞ്ഞത്. പത്മകുമാർ ദൈവതുല്യനായി കരുതിയ പാർട്ടിയിലെ നേതാവായിരിക്കും. അത് ആരാണെന്ന് പത്മകുമാറാണ് വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ആത്മബന്ധം ഉണ്ടായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടോളാം എന്ന് പറഞ്ഞത്. അടുത്ത വസന്ത് സിറിയക്ക് ഇവിടെ കോടതിയിൽ നേരിടുകയല്ല വേണ്ടത്. പ്രതിപക്ഷ നേതാവിന് നാടിനോട് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു മുൻ ദേവസ്വം മന്ത്രിക്ക് ഈ പറയുന്ന ഉഡായിപ്പിന്റെ ബുദ്ധികേന്ദ്രമെന്ന് പറയുന്നില്ല, ഉഡായിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണി, പ്രധാനപ്പെട്ട ഒരു കരു പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ ആ തെളിവ് കേരളത്തോട് പറയാൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാണ്. ഇനിയും അത് പുറത്തുവിടാൻ മടിയെന്തിനാണ് അഡ്വക്കേറ്റ് വസന്ത്? അല്ല, വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും ശ്രീ ഹാഷ്മി. ചിത്രമാണോ? പറ്റില്ല. ഞാൻ പറയുന്നത് ഒരു ചിത്രമാണോ? ചിത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ എത്ര ചിത്രങ്ങൾ ഉണ്ടാവും? സർക്കാരും പെട്ടിരിക്കുന്നത് അല്ല, ചിത്രങ്ങൾ മാത്രമല്ലല്ലോ. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് വരും. ഏതായാലും കടകംപള്ളി പ്രതിപക്ഷ നേതാവിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് നിയമത്തിന്റെ വേദിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടണം. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. എന്താ CPM മാത്രമാണോ ആ ഒരു വാദമുള്ളത്? സബ്ജുഡീസ് ആയി പോകും എന്നുള്ള വാദം CPM മാത്രമാണോ പറയാൻ പറ്റുക? അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൃത്യമായ ഉത്തരം പറയുകയും ചെയ്യും. കടകംപള്ളി പ്രതിപക്ഷ നേതാവിന് കോടതി എന്നതുപോലെ തന്നെ ബാധ്യത നാട്ടിലെ ജനങ്ങളോടുണ്ട്. ആ ദേവസ്വം മന്ത്രിക്ക് കള്ളനുമായി ബന്ധം, ആത്മബന്ധത്തിന് തെളിവുണ്ടെങ്കിൽ കേരളത്തോട് പറയണം, അത് കാണിക്കണം. അല്ല, അത് പറയില്ലെന്നല്ലല്ലോ ഹാഷ്മി പറഞ്ഞത്. പറയും. അതിന്റെ ദിവസങ്ങൾ വരികയാണല്ലോ. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഏറ്റവും ആദ്യം ഈ വിഷയം ഉണ്ടായി വരുന്ന ദിവസം പോറ്റിയിൽ മാത്രമാണ് ഇത് ഒതുങ്ങുക എന്ന്, പോറ്റിക്കപ്പുറത്തേക്ക് മറ്റാരിലേക്കും പോകേണ്ട കാര്യമില്ല, പോറ്റി നടത്തിയ ഒരു അഴിമതിയാണിത് എന്ന് പറഞ്ഞിരുന്ന സർക്കാരിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് വാസുവിലേക്ക് എത്തുമെന്നും, വാസുവിൽ മാത്രമല്ല വാസുവിൽ നിന്ന് വാസവനിലേക്ക് എത്തണമെന്നും, ഇത് പത്മകുമാറിലേക്ക് എത്തണമെന്നും, പത്മകുമാറിൽ മാത്രമല്ല പത്മകുമാറിൽ നിന്ന് പ്രശാന്തിലേക്ക് എത്തണമെന്നും, അങ്ങനെ മാത്രമാണ് ഇത് അവസാനിക്കാൻ സാധിക്കുകയെന്നും വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വിടുകയും ചെയ്യും. നേരത്തെ ഈ ഇടതു പ്രതിനിധി പറഞ്ഞ ഒരു വാദമുണ്ട്. എന്താണ്? സർക്കാരിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് യാതൊരു തരത്തിലും അതിൽ പങ്കുചേരാനില്ല. ആരെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വേർതിരിച്ചു കണ്ട് ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ചർച്ച ചെയ്യാം. ആരാ പത്മകുമാർ? പത്മകുമാർ DYFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പത്മകുമാർ കോന്നിയിൽ നിന്നുണ്ടായിരുന്ന നിങ്ങളുടെ MLA ആയിരുന്നു. പത്മകുമാർ 2 ടൈം നിങ്ങളുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനപ്പുറത്തേക്ക് കാലങ്ങളായി പത്മകുമാർ പത്തനംതിട്ട ജില്ലയിൽ, എന്റെ തൊട്ടടുത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ഇപ്പോഴുമാണ്. ഇതാ നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ നിമിഷമുണ്ടല്ലോ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് നേരത്തോട് നേരം പുലരുന്ന ഈ നിമിഷവും 24 മണിക്കൂറുകൾക്കപ്പുറവും പത്തനംതിട്ടയിലെ DC മെമ്പറും DCയുടെ ഭാരവാഹിയുമാണ് ആര്? ഈ പത്മകുമാർ. ഇതേ പത്മകുമാറാണ് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്നതും നമ്മൾ ഇത് കോടതിയുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കോടതിയാണ് ഇതിൽ ഇപ്പൊ നിങ്ങളിപ്പോ PS പ്രശാന്ത് പറയുന്നു ഈ രേഖകളൊക്കെ വിവരാവകാശ പ്രകാരം കിട്ടാവുന്നതാണ്, നിങ്ങൾക്ക് എടുക്കാമായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാമായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടില്ല. ശ്രീ വസന്ത്, ശബരിമല യുവതീ പ്രവേശനങ്ങൾ നിങ്ങൾ നടത്തിയ സമരങ്ങളുടെ 100-ലൊന്നും ബലമില്ലാത്ത സമരങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനപ്പുറം സമരമുഖത്തോ രാമവാദം ബാധിച്ച പോലെ ഒരു മാന്യം? നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറയുന്നത് പോലെ നിങ്ങളുടെ അലമാരയിലും അഴിമതിയുടെ അസ്ഥികൂടം ഉള്ളതുകൊണ്ടാണോ VS ശിവകുമാർ സഹോദരൻ VS ജയകുമാർ ബോർഡ് സെക്രട്ടറി ആയിരിക്കെ വാങ്ങിയ പാത്രങ്ങളുടെ പേരിൽ നടത്തിയ അഴിമതി എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ പറഞ്ഞത് 1.83 കോടിയല്ല, 1.87 കോടി അഴിമതി നടന്നു എന്താണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്? അതുകൊണ്ടാണോ ഒരു മാന്യം വസന്ത്? യാതൊരു മാന്ദ്യത്തിന് ആവശ്യമില്ല. 10 വർഷമായി ഞങ്ങൾ ഭരിക്കുകയല്ലോ ഹാഷ്മി. 10 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അല്ലല്ലോ. 10 വർഷമായി ഇവരല്ലേ ഭരിക്കുന്നത്. പിടിച്ചകത്തിടട്ടെ, പിടിച്ച് അന്വേഷണം നടത്തി ആ വിഷയവുമായി മുമ്പോട്ട് പോട്ടെ. ഞങ്ങൾക്ക് ആരും ഭയപ്പെടാനില്ല. പിന്നെ അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ സമരങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാന്ദ്യമോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. സ്വർണ്ണക്കള്ള തുടങ്ങിയ ദിവസമാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഇറങ്ങിപ്പുറപ്പെട്ടത്.
വിവിധ മേഖലകളിൽ കെ മുരളീധരൻ നയിക്കുന്ന, ബെന്നി ബെഹനാൻ നയിക്കുന്ന, അടൂർ പ്രകാശ് നയിക്കുന്ന യാത്രകൾ അത് പന്തളത്തെത്തിച്ചേരുമ്പോഴത്തേക്ക് വലിയ ജനസാക്ഷ്യം അതിനെ അഭിരമിക്കുന്നത്, അതിനെ അനുനയിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ വലിയ സമരങ്ങളുമായി പോകും. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയില്ലെങ്കിൽ, വാസവനിലേക്ക് എത്തിയില്ലെങ്കിൽ, അത് തെരുവിൽ കരിങ്കോടി കണ്ടല്ലാതെ അവർക്ക് ആർക്കും വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല. ശബരിമലയിലേക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിക്കണം എന്ന കണക്കിന് ശബരിമലയിൽ കൊള്ള നടത്തിയവരാരും കറുപ്പ് കാണാതെ തെരുവിലിറങ്ങാത്ത അവസ്ഥയിലേക്കുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. വിജയ് മല്യ കൊടുത്ത ഇവിടെ ലോകത്തിന് മുന്നിൽ കേരളത്തിന് വെക്കാനുള്ള കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ നടത്തിയ മാരകമായ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ മുഖ്യ എതിർ പാർട്ടിയുടെ ഒരു ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. നിങ്ങൾ എന്നാണ് ഇനി കരിങ്കൊടിയുമായി തെരുവിലിറങ്ങുന്നത്? നിങ്ങൾക്കൊരു യൂത്ത് കോൺഗ്രസ് ഇല്ലേ? എവിടെയാണ് യൂത്ത് കോൺഗ്രസ്? എവിടെയാണ് സമരങ്ങൾ? കോൺഗ്രസ് ഇല്ലെന്ന് ആരാണ് അങ്ങോട്ട് പറഞ്ഞത്? തെരുവിൽ സമരമില്ലെന്ന് പത്തനംതിട്ടയിലടക്കം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാന ലീഡർഷിപ്പ് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുപോകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും അത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ അതിനപ്പുറത്ത് ഞങ്ങൾ തെരുവിൽ സമരരംഗത്തുണ്ട്, ഇനിയും ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. വിജയ് മല്യ കൊടുത്ത സ്വർണം അടിച്ചുകൊണ്ട് പോയത് വിജയന്റെ സർക്കാരാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശരിയാണ്, ഞങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് ഇല്ല. പക്ഷെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിക്ക് അതിൽ കൃത്യമായ ക്രെഡിറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, ആദ്യം ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഹൈക്കോടതി പുറത്തുവിടുന്ന 56 പേജുള്ള ഓർഡർ ഉണ്ടല്ലോ, അന്വേഷണം SIT രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡർ, ആ സമയത്ത് വിജിലൻസ് പറയുന്നുണ്ട് 10-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഈ അന്വേഷണം പൂർത്തീകരിച്ച് നൽകാം. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് അത് വേണ്ട, ഞങ്ങൾ ഇതാ പുതിയൊരു അന്വേഷണ കമ്മിറ്റിയെ വെക്കാൻ പോവുകയാണ്, പുതിയൊരു SIT വെക്കാൻ പോവുകയാണ്, അവരന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. ആ ഓർഡറിൽ കൃത്യമായി കേരളത്തിന്റെ ഹൈക്കോടതി എന്താണ്, ഇപ്പൊ നേരത്തെ ഇടതു പ്രതിനിധി പറഞ്ഞു കോടതി പ്രഖ്യാപിക്കട്ടെ കുറ്റക്കാരനാണ് എന്ന്. പക്ഷെ ആ ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, വളരെ കൃത്യമായി പറയുന്നുണ്ട് താങ്കൾ ആ പറയുന്ന ഉത്തരവിന് മുമ്പ് ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ആ പറയുന്ന SIT രൂപീകരണ ഉത്തരവല്ല ആദ്യ ഉത്തരവ്, അതിന് മുമ്പ് 2-3 ഇടക്കാല ഉത്തരവ് ഉണ്ടായി. ആദ്യ ഉത്തരവ് ഉണ്ടാകുമ്പോഴൊന്നും ഒരു പ്രതിപക്ഷവും കേട്ടില്ല കേട്ടോ കേരളത്തിൽ. അത് ആ വിഷയം ആദ്യമായി ചർച്ചക്കെടുത്ത് മാധ്യമപ്രവർത്തന കോൺഫറൻസിലാണ് പറയുന്നത്. ഒരു പ്രതിപക്ഷ ശബ്ദവും ഉണ്ടായില്ല. പിന്നെ വന്നു ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.